കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും മനുഷ്യരുടെ ചോര മണക്കുന്നുണ്ട്. നിരപരാധികൾ മുതൽ കുറ്റവാളികൾ വരെയും പോലീസിൻ്റെ ചവിട്ടും മർദ്ദനവുമേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തടവുകാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്ന നാട്ടിൽ കസ്റ്റഡി മർദ്ദനവും ജയിലുകളിലെ മരണവുമൊക്കെ നിത്യസംഭവമായി മാറുന്നു. തൃശ്ശൂർ ജില്ലാ ജയിലിൽ മർദ്ദനത്തെ തുടർന്ന് മരണമെന്ന് പരാതി. റിമാൻഡ് പ്രതി തൃശ്ശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബുവിൻ്റെ മരണത്തിലാണ് കുടുംബം ആരോപണമുയർത്തുന്നത്. ഇക്കഴിഞ്ഞ 26-നാണ് ജില്ലാ ജയിലിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് രേഷിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ മർദ്ദനമല്ല മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 17-ന് തൃശൂർ നഗരത്തിൽ ഒരാളെ തടഞ്ഞു നിർത്തി പണം കവർന്നെന്ന കേസിലാണ് പോലീസ് രേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. 4 പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പോലീസിന്റെ പക്കലുണ്ട്. എന്നാൽ ദൃശ്യത്തിൽ രേഷ് ബാബു താഴെ നിന്ന് എന്തോ എടുക്കുന്നതായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് കുടുംബം പറയുന്നു. ആ കേസിൽ റിമാൻഡിലായ പ്രതിയെ കഴിഞ്ഞ മാസം 26-ന് വിയ്യൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. രേഷിന്റെ ശരീരത്തിൽ മർദ്ദനത്തിന് സമാനമായ പാടുകളുണ്ടെന്ന് കുടുംബം ആരോപിച്ചതോടെ പോലീസ് സംശയ നിഴലിലായിരിക്കുകയാണ്. രേഷ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് കുടുംബം പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ റിമാൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കേസിൽ FIR ഇട്ടതിനു ശേഷമാണ് രേഷ് ബാബുവിന്റെ കുടുംബത്തെ പോലീസ് വിവരം അറിയിച്ചത്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ആരോപണം തള്ളിയ ജയിൽ അധികൃതർ രേഷിന് മർദ്ദനമേറ്റിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.